ഈ ഭൂരിപക്ഷമൊന്നുമില്ലാത്ത തമിഴ്നാട്ടിൽ അവിടെ വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞു. ഇനി അവിടെ ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ് നാളെ വരാൻ പോകുന്നത്. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ സമയം നാളെ അവസാനിക്കുകയാണ്. 1967 ശേഷമാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു തൂക്കുമന്ത്രിസഭ വരുന്നത്. ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് 1967 ശേഷമാണ്. ഏതായാലും ഇത്തവണ 118 സീറ്റ് ആണ് അവിടുത്തെ കേവല ഭൂരിപക്ഷം. അത് നേടാൻ വിജയ്ക്കായില്ല. ആകെ 108 സീറ്റുകളിൽ മാത്രമാണ് വിജയ്ക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നു. അതോടുകൂടി അതിൽ 2 സീറ്റുകൾ വിജയുടേതാണ്, അതിലൊന്ന് ഉപേക്ഷിക്കണം. ഭൂരിപക്ഷം അവകാശപ്പെടാൻ ഫലത്തിൽ അങ്ങനെ 11 സീറ്റുകളുടെ കുറവുണ്ടായി. 5 MLA-മാരുടെ പിന്തുണ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചു. അതിന് ശേഷമാണ് മറ്റുള്ള ചെറിയ പാർട്ടികളിൽ നിന്നുള്ള പിന്തുണ നേടി വിജയ് അവിടെ എത്തുന്നത്. അപ്പോൾ ചെറിയ പാർട്ടികൾ തമിഴ്നാട്ടിൽ കിങ് മേക്കറായി മാറുന്ന ഒരു സാഹചര്യം അവരെ വിജയ്ക്ക് പിന്തുണ നൽകുന്നു. 120 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമ്പോൾ വിജയ്ക്ക് കേവല ഭൂരിപക്ഷം എന്ന ഒരു സാഹചര്യം മറികടന്ന് അവിടെ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അവിടെ CPI-യും CPM-ഉം VCK-യും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമൊക്കെ വിജയെ പിന്തുണയ്ക്കുന്നു. അപ്പം നാളെ വിജയ്ക്ക് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ ഫ്ലോർ ടെസ്റ്റിനെ നേരിടേണ്ട ഒരു സാഹചര്യമാണ്. ആ ഫ്ലോർ ടെസ്റ്റിൽ വിജയിക്കാൻ കഴിയും എന്നാണ് ഒരു നിലപാട്. ഏതായാലും ഈ സൂപ്പർ സ്റ്റാർ വിജയ് അധികാരത്തിൽ വന്നതോടുകൂടി ആ ഒരു സിനിമ സ്റ്റൈൽ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പല പ്രഖ്യാപനങ്ങളും അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ച തരത്തിൽ തന്നെ അത് നടപ്പിലാക്കുന്നതാകുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോഴദ്ദേഹം ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നിരിക്കുന്നത് സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, അതിനടുത്ത് 500 മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന 717 സർക്കാർ ഉടമസ്ഥതയിലുള്ള മദ്യശാലകൾ മാറ്റുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം വിജയ് മുന്നോട്ട് വച്ചിട്ടുള്ളത് തമിഴക വെട്രിക്കഴകത്തിലെ പ്രവർത്തകർ ബാനറുകൾ, പോസ്റ്ററുകൾ ഇതൊക്കെ പൊതുസ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് വിലക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ ഈ പ്രത്യേകിച്ച് ജന്മദിനം അല്ലെങ്കിൽ കുടുംബ പരിപാടികൾ പോലുള്ള അവസരങ്ങളിലൊക്കെ പൊതുജനങ്ങൾക്കും ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ സ്ഥാപിക്കുന്ന എല്ലാ പോസ്റ്ററുകളും നീക്കം ചെയ്യണം എന്നാണ് വിജയ് ആവശ്യപ്പെടുന്നത്. തമിഴക വെട്രിക്കഴകം ഇത് സംബന്ധിച്ചൊരു എക്സിൽ ഒരു കുറിപ്പും വയ്ക്കുന്നു. അത് പറയുന്നത് ഇങ്ങനെയാണ്: പാർട്ടി സ്ഥാപിതമായത് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ വിജയ് എത്തിയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ആ കാര്യങ്ങൾ ഓർക്കണം. ജനങ്ങളുടെ ഏകകണ്ഠമായ വിശ്വാസമാണ് വിജയ്ക്ക് കിട്ടിയത്. അത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ആ പാർട്ടി എക്സിൽ കുറിക്കുകയാണ്. അപ്പോൾ ബാനറുകൾ, ആഘോഷങ്ങൾ, മറ്റെന്തെങ്കിലും വഴി പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണമെന്നും ആ രീതിയിൽ പെരുമാറണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇത് പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നും ഈ കുറിപ്പ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് പറഞ്ഞ കാര്യങ്ങളിൽ പലതും ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നൊരു സാഹചര്യം നമുക്കവിടെ കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കും തമിഴ്നാട്ടിൽ ഇപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങളും അതുപോലെ ചർച്ചാ വിഷയങ്ങളും ഒക്കെയുണ്ട്. വിജയ് അവിടെ താരമാകുമ്പോൾ വിജയ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് ചടങ്ങിൽ അധികാരമേറ്റ ഘട്ടത്തിൽ തൃഷ പങ്കെടുത്തത് ഇപ്പോഴും അവിടെ മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ ചർച്ചാ വിഷയമായി തുടരുകയാണ്. തൃഷ എല്ലാവരുടെയും ശ്രദ്ധ അവിടെ പിടിച്ചുപറ്റുകയൊക്കെ ചെയ്തിരുന്നു. വിജയുമായുള്ള ഒരു സൗഹൃദത്തെ സംബന്ധിച്ചാണ് ആ ചർച്ച ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ ദിവസം തൃഷ തന്നെ ലവ് ഈസ് ലൗഡർ എന്ന് ഒരു പ്രഖ്യാപനം ഇൻസ്റ്റയിൽ കുറിച്ചിരുന്നു. അതോടുകൂടി കൂടുതൽ ആ വിഷയം ചർച്ചയാവുകയാണ്. ഏതായാലും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ തൃഷ ഒരു ഇളനീല കളർ സാരി ഉടുത്തതും സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒക്കെ എത്തിയതും ഒക്കെ വലിയ തോതിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതൊരു പുതിയ ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത് തൃഷ നടി ഐശ്വര്യ റായെ അനുകരിക്കുകയായിരുന്നു എന്ന് ചിലരൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. ഐശ്വര്യ റായുടെ അതേ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് തൃഷ ധരിച്ചത് എന്ന അല്ലെങ്കിൽ ഐശ്വര്യ ഉപയോഗിച്ചിരുന്ന അതേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഐശ്വര്യ റായെ കോപ്പിയടിക്കുകയാണ് തൃഷ ചെയ്തത് എന്ന് ഉള്ള തരത്തിലുള്ള ചർച്ചകൾ തമിഴ്നാട്ടിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരെയും താരതമ്യം ചെയ്യുന്നത് ഇപ്പോൾ ആ പഴയ മണിരത്നം ചിത്രത്തിലെ കാര്യം ഓർത്തുകൊണ്ടാണ്. പൊന്നിയിൻ സെൽവൻ ഒരു റെഫറൻസായി ആരാധകർ ഉയർത്തി കാണിക്കുന്നു. അവിടെ നന്ദിനിയെ കുന്തവൈ കോപ്പിയടിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ ചിത്രത്തിൽ ഐശ്വര്യ റായ് നന്ദിനിയായി വന്നത് നമ്മൾ കണ്ടു. ഒപ്പം തൃഷ കൃഷ്ണ അവിടെ കുന്തവയായി വേഷമിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ബലാബലം നടക്കുന്നുണ്ട്.
സ്വാഭാവികമായും അത് യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടാകുന്നു എന്നതാണ് വരുന്നത്. അതേസമയം ഈ മോഹൻലാൽ പ്രകാശ് രാജ് ചിത്രം ഇരുവരിലെ ഐശ്വര്യ റായിയാണ് തൃഷ കോപ്പിയടിച്ചത് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അപ്പോൾ അവിടെ ഈ ചിത്രത്തിൻ്റെ ചർച്ച വലിയ തോതിൽ മുറുകുകയാണ്. നേരത്തെ MGRൻ്റെ ജീവിതകഥയിൽ ഇരുവർക്ക് സാമ്യമുണ്ട്. അവിടെ ഇതുപോലെ സമാനമായ ഐശ്വര്യ റായ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെയും അത് കോപ്പിയടിക്കുകയാണ് എന്ന് പറയുന്നവർ ഉണ്ട്. ഏതായാലും ആ തൃഷ എന്തുകൊണ്ട് അങ്ങനെ കോപ്പിയടിച്ചു എന്ന ഒരു ചർച്ച വലിയ തോതിലാകുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ്. 2018 അടൽ ബിഹാരി വാജ്പേയി സ്വർഗസ്ഥനാകുന്നത്. 2018 ഓഗസ്റ്റ് 16 അദ്ദേഹം മരിക്കുന്നത്. സ്വാഭാവികമായും അടൽ ബിഹാരി വാജ്പേയിയെ സ്നേഹിച്ച എല്ലാവർക്കും അതൊരു വലിയ ദുഃഖവാർത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ഐശ്വര്യ റായ് ചില ചിത്രങ്ങൾ പങ്കുവച്ചു. അത് ഇൻസ്റ്റാഗ്രാമിലാണ് പങ്കുവച്ചത്. അപ്പോൾ 2000 അന്ന് ഐശ്വര്യ റായ് അടൽ ബിഹാരി വാജ്പേയിയെ കാണാൻ പോയപ്പോൾ ധരിച്ച അതേ സാരി തന്നെയാണ് തൃഷ ഇപ്പോൾ ഈ പരിപാടിയിൽ ധരിച്ചത് എന്നാണ് ആരാധകരുടെയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ച. അപ്പോൾ 2000 പ്രധാനമന്ത്രി ആയ അടൽ ബിഹാരി വാജ്പേയിയെ കാണാൻ ഐശ്വര്യ റായ് ബച്ചൻ എത്തുന്നത്. അന്ന് നിരവധി ചിത്രങ്ങൾ അവർ പകർത്തിയിരുന്നു. നടി ശ്രീദേവിയെ നമുക്ക് ആ ചിത്രങ്ങളിൽ കാണാം. ശ്രീദേവിക്കൊപ്പമാണ് ഐശ്വര്യ റായ് അന്ന് അടൽ ബിഹാരി വാജ്പേയിയെ കണ്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2024 ഫെബ്രുവരിയിലാണ് ശ്രീദേവി മരിക്കുന്നത്, അങ്ങനെ അന്തരിക്കുന്നത്. അപ്പോൾ ആ രണ്ടുപേർക്കുള്ള ആദരവ് എന്ന തരത്തിൽ ഐശ്വര്യ റായ് ഫോട്ടോകൾക്കൊപ്പം ആദരവ്, ഇവർ രണ്ട് സമാധാനത്തോടെ വിശ്രമിക്കുക, റെസ്റ്റ് ഇൻ പീസ് എന്ന തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തുന്നു. ലളിതവും ഹൃദയസ്പർശിയുമായ ഒരു ആദരാഞ്ജലിയായിരുന്നു അന്നത്തെ ഐശ്വര്യ റായിയുടെ ആ പോസ്റ്റ്. അപ്പോൾ 2018 ഐശ്വര്യ റായ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. അപ്പോൾ ആദ്യ മാസങ്ങളിൽ തന്നെ സജീവമാകുന്നു. തൻ്റെ ഫോളോവേഴ്സിനും ആരാധകർക്കും വേണ്ടി നിരവധി ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിനൊപ്പമാണ് അടൽ ബിഹാരി വാജ്പേയി കാണാൻ പോയ ആ മനോഹരമായ നിമിഷം കൂടി വയ്ക്കുന്നത്. പക്ഷേ ആ ഫോട്ടോയിലെ സാരിയാണ് ഇപ്പോൾ തൃഷ ധരിച്ചത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്നത് വലിയ തോതിൽ ചർച്ചയാകുന്നു. ഏതായാലും പ്രേക്ഷകർക്ക് ഇത് തമ്മിൽ കാണുമ്പോൾ ഈ സാരികൾക്കൊരു സാമ്യമുണ്ട് എന്ന് ചിലരൊക്കെ കണ്ടെത്തുന്നു. ചിലരാകട്ടെ ഈ സാരിയുടെയും ബ്ലൗസിൻ്റെയും ഒക്കെ നിറം എങ്ങനെയെന്നത് വിദഗ്ധമായി നിരീക്ഷിച്ച് ഇതിലൊക്കെ സാമ്യമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും ഇത് കണ്ടെത്തിയവരെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ തൃഷയും ഐശ്വര്യ റായും ഒക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകുമ്പോൾ മറ്റൊരു പ്രധാന വ്യക്തി കൂടി തമിഴ്നാട്ടിൽ ചർച്ചയാകുന്നത് വിജയുടെ ജ്യോത്സ്യനാണ്. വിജയുടെ ജ്യോത്സ്യനെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന തരത്തിൽ തമിഴ്നാട് സർക്കാർ നിയമിച്ചിരിക്കുകയാണ്. വിജയുടെ ജ്യോത്സ്യനായ രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെയാണ് ഇങ്ങനെ പാർട്ടി തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ ആത്മീയ ഉപദേഷ്ടാവാണ് ഈ രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ വിജയുടെ വിജയം രാധൻ പണ്ഡിറ്റ് മുൻകൂട്ടി കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. വിജയ് മാത്രമല്ല, ജയലളിത ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ, രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലുള്ളവരൊക്കെ വെട്രിവേലിനെ കാണാൻ എത്തിയിരുന്നു, അല്ലെങ്കിൽ വെട്രിവേലിനെ വിളിച്ചു വരുത്തി അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ TVK വിജയിച്ചപ്പോൾ വിജയുടെ വിജയത്തിനെ അഭിനന്ദിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിലും ഈ വെട്രിവേൽ ഉൾപ്പെട്ടിരുന്നു എന്ന് നമ്മൾ ഓർക്കുകയാണ്. 4 പതിറ്റാണ്ടായി ജ്യോതിഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ വെട്രിവേൽ നിരവധി രാഷ്ട്രീയ പ്രമുഖരുടെ ഭാവി പ്രവചിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം രാധൻ പണ്ഡിറ്റ് മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ മുൻ മുഖ്യമന്ത്രി ജയലളിത പലപ്പോഴും രാധൻ പണ്ഡിറ്റ് വെട്രിവേലുമായി കൂടിയാലോചിച്ച ശേഷമാണ് പല പ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്നത് എന്ന് തമിഴക രാഷ്ട്രീയത്തെ അടുത്തു നിന്ന് നിരീക്ഷിച്ച പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുകയാണ്. ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് ഇദ്ദേഹം ജ്യോതിഷ ഉപദേശങ്ങളൊക്കെ ഈ രാധൻ പണ്ഡിറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ വിജയിക്കുമെന്ന് വെട്രിവേൽ പ്രവചിച്ചതോടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവചനത്തോട് ഒരുപക്ഷെ അടുത്തെത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ആക്സിസ് മൈ ഇന്ത്യ ആയിരുന്നു. ആക്സിസ് മൈ ഇന്ത്യ ഇതുപോലെ എക്സിറ്റ് പോളുകൾ നടത്തിയപ്പോൾ അവിടുത്തെ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്തയും സംഘവും കണ്ടെത്തിയത് വിജയ്ക്കും ഇതുപോലെ 108 മുതൽ 120 സീറ്റ് വരെ കിട്ടുമെന്നാണ്. ഏതായാലും ജ്യോത്സ്യൻ പ്രവചിച്ചതുപോലെ മറ്റൊരു പ്രവചനം എക്സിറ്റ് പോളിലൂടെ നടത്തിയ ആക്സിസ് മൈ ഇന്ത്യക്ക് ഏതാണ്ട് വിജയ്ക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം 108ഉം 120ഉമാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ 108 സീറ്റ് കിട്ടിയ വിജയ് ഇപ്പോൾ 120 സീറ്റുകളുടെ പിന്തുണയിൽ വരുന്നു എന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം ഇപ്പോൾ ശരിയാകുന്നു എന്ന് വേണം കണക്കുകൾ നോക്കുമ്പോൾ കാണാൻ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.